വിധി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏവരും. മനീഷ് മഹിവാൽ കൂടി ഇപ്പോൾ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. മനീഷ്, കോടതിയുടെ വിധി അത് വളരെ വേഗത്തിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ ഈ സമാന്തരമായി രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ അതെങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മനീഷ്? ഉന്മേഷ്, അതായത് ഈ കേസിൽ അന്വേഷണ സംഘം രാഹുലിന്റെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാംഗ്ലൂരിലാണ് ഇപ്പോൾ നിലവിൽ SIT ഉള്ളത്. നേരത്തെ രാഹുലിനെ ബാംഗ്ലൂരിൽ എത്തിച്ച ഡ്രൈവറെ ഇയാളെ കൂട്ടാളിയെയും നിലവിൽ SIT ചോദ്യം ചെയ്ത് വരികയാണ്. വരുന്ന മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ SITയുടെ കയ്യിൽ, അതായത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നലെ തന്നെ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്ത FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SIT രാഹുലിന്റെ അരികിലേക്ക് എത്തി. ഈ കേസിൽ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് അതിന്റെ സാവകാശം ഇന്നോ നാളെയോ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ രാഹുൽ പിടികൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ പ്രതിഭാഗം അതിനു മുന്നേ തന്നെ നോട്ട് ടു അറസ്റ്റ് ഹർജി കോടതിയിൽ നൽകിയിട്ടുള്ളത്. ഈ നോട്ട് ടു ഹർജിയിൽ കോടതി അത് പരിഗണിച്ച് രാഹുലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട, കാരണം രണ്ട് കേസുകളും സമാന സ്വഭാവമുള്ള കേസുകളാണ്. ഈ കേസിൽ ശാസ്ത്രീയമായ കൂടുതൽ കാര്യങ്ങൾ കൂടി കോടതിക്ക് പരിശോധിക്കാറുണ്ട്. ഡിജിറ്റൽ തെളിവുകളാണ് ഏറെക്കുറെയും രണ്ട് കൂട്ടരും കോടതിയിൽ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു നിലപാടിലേക്ക് കോടതി എത്തിയാൽ, നോട്ട് ടു അറസ്റ്റ് കോടതി അംഗീകരിച്ചാൽ അത് പ്രതിഭാഗത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പിടിവള്ളിയാകും. കാരണം രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിൽ സാങ്കേതികമായി അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ കേസ് FIR രജിസ്റ്റർ ഉണ്ടെങ്കിൽ കൂടി ആ കേസിൽ പരാതിക്കാരിയില്ല. ഒപ്പം തന്നെ അതിൽ പ്രാഥമികമായി രേഖപ്പെടുത്തേണ്ട മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണഗതിയിൽ അന്വേഷണ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്യാറില്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. അതിൽ മൊഴി രേഖപ്പെടുത്തി അല്ലെങ്കിൽ പരാതിക്കാരിയെ കണ്ട ശേഷമായിരിക്കും അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക. അതുകൊണ്ട് രണ്ടാമത്തെ കേസിൽ നിലവിൽ അന്വേഷണ സംഘത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയാണ് വ്യക്തമായ തീരുമാനമെടുക്കേണ്ടത്. രാഹുലിന്റെ അരികിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ നോട്ട് ടു അറസ്റ്റ് എന്ന പ്രതിഭാഗത്തിന്റെ ഹർജി കോടതി അംഗീകരിച്ചാൽ, ഇപ്പോൾ എത്ര അരികിലാണ് രാഹുലിന്റെ അടുത്ത് SIT നിൽക്കുന്നതെങ്കിൽ കൂടി SITക്ക് രാഹുലിനെ പിടികൂടാതെ തിരികെ മടങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അങ്ങനെ ഉണ്ടായാൽ അത് പ്രതിഭാഗത്തിന്റെ വലിയ വിജയമാകുമെങ്കിൽ കൂടി വരുന്ന മണിക്കൂറുകളിൽ ഈ നോട്ട് ടു അറസ്റ്റ് ഇതിന്റെ തീരുമാനം പറഞ്ഞ ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയുടെ തീരുമാനം കൂടിയാണ് നിർണായകം. അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് മുൻപ് ലഭിക്കുന്ന ഒരു സാവകാശമായത് പ്രതിഭാഗത്തിന് മാറും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ കർണാടകയിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടത്തുന്നു. ആദ്യം പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് എത്തുന്നു. കോയമ്പത്തൂരിൽ നിന്നും ഒരു ചുവന്ന കാറിലാണ് ബാംഗ്ലൂർ എന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അങ്ങനെ കർണാടക തമിഴ്നാട് അതിർത്തിയിൽ നിന്നും 2 ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെത്തിയ രാഹുലിനെ സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും അന്വേഷണ സംഘത്തിലില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ കൂട്ടാളികളെ കിട്ടിയിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വരുന്ന മണിക്കൂറുകളിൽ രാഹുൽ പിടികൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഭാഗം നോട്ട് ടു അറസ്റ്റ് എന്ന ഹർജിയുമായി ഇന്ന് രാവിലെ കോടതിയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോട്ട് ടു അറസ്റ്റിൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നോട്ട് ടു അറസ്റ്റ് ഒരു തീരുമാനം പറഞ്ഞാൽ എന്ന് വിധി ഉണ്ടാകും. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിക്ക് സാങ്കേതികമായി ചില കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച് ചിലപ്പോൾ ഇന്ന് വിധി ഉണ്ടാവുകയില്ല. ഇന്ന് അന്തിമമായ വാദങ്ങൾ പരിശോധിച്ച് നാളേക്കുണ്ടാകും. അങ്ങനെ നാളെ വരെയുള്ള സമയം പ്രതിഭാഗത്തിന് ലഭിക്കും. അങ്ങനെ നോട്ട് ടു അറസ്റ്റ് കോടതി അംഗീകരിച്ചാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നാളെ വരെയും രാഹുലിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല. നാളെ ഇതിൻ്റെ വാദം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചില്ലെങ്കിൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചാൽ മാത്രമേ പിന്നീട് രാഹുലിനെ SITക്ക് പിടികൂടാൻ സാധിക്കുകയുള്ളൂ. അതുവരെയുള്ള വലിയ മണിക്കൂറുകൾ പ്രതിഭാഗത്തുണ്ടെങ്കിൽ രാഹുലിന് കിട്ടുന്ന ഒരു വലിയ പിടിവള്ളിയായി മാറും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്നൊക്കെ തന്നെ കോടതിയിൽ പ്രതിഭാഗം വാദിക്കുന്നുണ്ട്. ഈ കേസിൻ്റെ രാഷ്ട്രീയ സ്വഭാവം കൂടി മനസ്സിലാക്കണം. സമൂഹത്തിൽ ഒരു നിയമസഭാ സാമാജികനെതിരെ ഉയർന്ന പരാതിയാണ്. പക്ഷേ രാഹുൽ ഒരു ക്രിമിനലാണ്, 8 ദിവസമായി അന്വേഷണ സംഘത്തിനോട് സഹകരിക്കുന്നില്ല തുടങ്ങിയ വാദഗതികൾ പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രണ്ടാമതും രാഹുലിനെതിരെ ഒരു പരാതിക്കാരി മുന്നിൽ വന്നുവെന്നും പരാതിക്കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തുവെന്നും അത് ഗൗരവ സ്വഭാവത്തോടെ മനസ്സിലാക്കണമെന്ന് കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഇനി കോടതി എടുക്കുന്ന തീരുമാനം അതിനിർണായകമായിരിക്കും. എന്താണെങ്കിലും വളരെ അനിതര സാധാരണമായ നടപടിക്രമം നടക്കുന്നു. ഇരയുടെയും, അതായത് അതിജീവിതയുടെയും പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും ആവശ്യപ്രകാരം ഇൻ ക്യാമറ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്കടക്കം ഇത്തരം കാര്യങ്ങളിൽ ആദ്യം വിവരങ്ങൾ ലഭിക്കുന്നതിൽ കുറച്ച് പരിമിതിയും കാലതാമസമുണ്ട്. എന്താണെങ്കിലും ഉച്ചയ്ക്ക് ഈ കോടതി നടപടികൾക്ക് വേണ്ടി പിരിയുന്നതിന് ഇടവേളയ്ക്ക് മുൻപേ തന്നെ ഈ നോട്ട് ടു അറസ്റ്റിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഇനി അതല്ല, ഉച്ചയ്ക്ക് ഇടവേളയ്ക്ക് ശേഷമായിരിക്കും തിരുവനന്തപുരം സെഷൻസ് കോടതി പറയുന്നതെങ്കിൽ ഏകദേശം 2 മണിക്കോ 2:30 ഈ നോട്ട് ടു അറസ്റ്റിൽ കോടതി തീരുമാനം അറിയിച്ചേക്കും. ഉന്മേഷ്, ശരി. മനീഷ് മഹിബാലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.